മോനെ ചായ അല്ലെങ്കിൽ തണുത്ത എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട ഒന്നും വേണ്ട, ഞാനിപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങിയുള്ളൂ. ആ അച്ഛനിപ്പോൾ കാണാറില്ലല്ലോ. ആളിവിടെ ഒന്നും ഇല്ലേ? ഇല്ല, അവർ സ്റ്റേറ്റ്സിലാ. ഓ പെങ്ങള് പ്രഗ്നന്റ് ആണേ, അപ്പോൾ അവളെ നോക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ അവിടെയാ. അത് ശരി. മോനെന്താ ഈ വഴിയൊക്കെ? ഞാൻ നിങ്ങളെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. എന്താ മോനെ കാര്യം? എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയാലോ. ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷം ആവണം. മോന് 2 വയസ്സുണ്ടാകുമ്പോഴാണ് അവൾ പോയത്. അപ്പോൾ അതുവരെ ഹോസ്പിറ്റലും ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യമൊന്നും അവന് കിട്ടിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എപ്പോഴെന്നെ നിർബന്ധിക്കാറുണ്ട് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കെന്തോ ഒരു താല്പര്യം തോന്നിയിട്ടില്ല. അപ്പോഴാണ് അപർണ എൻ്റെ വീട്ടിലേക്ക് വാടകയ്ക്ക് താമസിക്കാൻ വരുന്നത്. അപർണ വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മോന് അപർണ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. അവൾക്ക് തിരിച്ചു അങ്ങനെ തന്നെ കേട്ടോ. അവനിപ്പോൾ എല്ലാത്തിനും അവൻ്റെ ആൻറ്റിയമ്മേനെ മതി. ആൻറ്റിയമ്മ എന്ന് പറയണത് മോൻ അപർണയെ വിളിക്കുന്ന പേരാ. ഓ അവന് ചിലപ്പോൾ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യം അവളുടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ടും ആ സ്നേഹവും വാത്സല്യവും അവന് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മോൻ എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അപർണയെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ. അല്ല മോനെ, അവൾക്ക് അമ്മേ, അപർണയെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. അതറിഞ്ഞ് മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മോനെ, അവരെ നിന്റെ കയ്യിൽ ലഭിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഞങ്ങളല്ലല്ലോ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങളായിട്ട് തീരുമാനിച്ചെടുത്ത ഒരു കല്യാണം, അതിൻ്റെ അവസ്ഥ എന്തായാലും മോൻ അറിയാലോ. അതുമാത്രമല്ല, അവളിനി ഒരു കല്യാണത്തിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നണില്ല മോനെ. ഓക്കെ, ശരി മോനെ. ശരി.